പനിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പഫിക്ക് വല്ലാത്ത കൊതി ബിരിയാണി കഴിക്കണമെന്ന്. ആദ്യം ഓർത്തു കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട, കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട, നമുക്ക് വീട്ടിൽ വെക്കാമെന്ന്. അപ്പോൾ ഒരു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കറി വെക്കുവാണെങ്കിൽ നാളെയും കൂടിയേ കറി ഓടിക്കോളൂ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അങ്ങനെ സവോള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും കറി വെക്കുകയാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് ബിരിയാണി തട്ടിക്കൂട്ടാന്ന് ഓർത്തിട്ടാണ്. കുക്കറിൽ വെക്കാനാണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിലും അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ കഴിക്കുന്നില്ല, വലിയൊരു താല്പര്യമൊന്നുമില്ല. അപ്പം എന്താ കുറച്ച് വെച്ചാൽ മതി, അത്രേ കഴിക്കുള്ളൂ, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ കൊള്ളാവുന്ന ചെറിയ കുക്കറുണ്ടല്ലോ അതിൽ കൊള്ളാവുന്ന അത്ര മാത്രം വെക്കാമെന്ന് ഓർത്തിട്ടാണ്. അത് 2 ഗ്ലാസ് അരി അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മസാല റെഡി ആയപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു 4 പീസ് പിന്നെ കുറച്ച് മസാലയും കൂടി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 ഗ്ലാസ് അരി ഉണ്ടല്ലോ അത് കഴുകി വൃത്തിയാക്കി അത് ഇട്ട് കൊടുത്ത് കുറച്ച് പൈനാപ്പിൾ എസൻസ് പിന്നെ കുറച്ച് നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കറി റെഡിയായി. അങ്ങനെ ഒറ്റ വിസിലിൽ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലൊന്ന് ചെറുതായിട്ടൊക്കെ അലങ്കരിച്ചു. അങ്ങനെ എല്ലാവർക്കും എന്താ വിളമ്പി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, നല്ല രുചിയായിരുന്നു, പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.